ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡ്ലിയുടെ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചട്നിയാണ് കേട്ടോ. ചട്നി എന്ന് പറയുമ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എന്നാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു 6 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ മുളകൊന്ന് വറുത്ത് അധികം കരിയാത്ത രീതിയിൽ ഇതുപോലെ ആവുന്ന സമയത്ത് മുളക് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ഒരു 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ ഒരു പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് അളവിലാണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ കടലയാണ് കേട്ടോ കാര്യമായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ നമ്മുടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വറുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്, പച്ചക്കപ്പലണ്ടി അല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കപ്പലണ്ടി ഒരുപാട് കൂടുതൽ വേണ്ട. ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പലണ്ടി അങ്ങ് ഒഴിവാക്കിയാലും മതി കേട്ടോ. കാരണം ഇത് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാത്രം മുൻപിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് ചൂടാക്കി എടുക്കുക. കടലയൊക്കെ നല്ലോണം അങ്ങ് ചൂടായി വന്നോട്ടെ. കടലയൊക്കെ ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് മാറ്റുന്നുണ്ടെങ്കിലും ഒരു മിനിറ്റൊക്കെ നല്ലോണം അത്യാവശ്യം ഒന്ന് ചൂടായി വരുള്ളൂ. ആ സമയത്തിന് ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു 1.5 തക്കാളി ഉണ്ട് കേട്ടോ. അതായത് ഒരു 1 കപ്പ് ഉണ്ടാവും. നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കാൻ നോക്കുക, എന്നാലാണ് പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് വേവിച്ച് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ കടല ഉള്ളതുകൊണ്ട് തക്കാളി വഴന്നിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇതാ ഈ ഒരു രീതിയിൽ അത്യാവശ്യം ഉടയുന്ന രീതിയിൽ ആക്കിയാൽ മതി കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ പാകത്തിന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് തന്നെ ചട്നിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുളകും ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. മുളക് നമ്മൾ ആദ്യമേ കുറേ സമയം ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് കറുത്ത് പോയി കഴിഞ്ഞാൽ ചട്നി ആയി വരുന്ന സമയത്ത് കളർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊരു സൈഡിൽ വെക്കാം. ഈ കൂട്ട് അത്യാവശ്യം ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് പുളിക്ക് വേണ്ടിയിട്ട്. ഇനി വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, വാളംപുളി ഇഷ്ടമാണെങ്കിൽ കുറച്ച് വറുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് അരയാൻ പാകത്തിന് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കടലയൊക്കെ അരയാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നിട്ട് അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഏകദേശം ഒരു 1 കപ്പോളം വെള്ളം വേണ്ടി വരും. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അങ്ങ് അരച്ചെടുത്തിട്ട് വന്നാൽ മതി. തരിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ. കടലും കാര്യങ്ങളൊക്കെ തന്നെ അരച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പം എത്രത്തോളം കുറച്ചും കൂടെ ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാവും കേട്ടോ. അത് നമുക്ക് ആ ഒരു കട്ടി എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട്, ഒരുപാട് ലൂസ് ആവേണ്ട, കൂടുതൽ കട്ടിയില്ല, ആ ഒരു രീതിയിൽ മതിയാകും. ഇനി നമ്മൾ ഇതിലേക്ക് കടുക് വറുത്ത് ഇങ്ങോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കടുക് വറുത്തിട്ട് ഈ ചട്നി ഒന്ന് ചൂടായിട്ടുള്ള ടേസ്റ്റായി ഇഷ്ടം എന്നുണ്ടെങ്കിൽ കടുക് വറുത്തയിലേക്ക് ഈ ഒരു കൂട്ടിട്ട് എടുത്തിട്ട് സാധാരണ പോലെ ചൂടാക്കി എടുത്താലും മതി കേട്ടോ. അത് ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയെന്നേ ഉള്ളൂ. കടുക് വറുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഉഴുന്ന് പൊട്ടിച്ചെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറും കുറച്ചുകൂടെ എരിവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ വേണ്ടിയിട്ട് കേട്ടോ. മുളക് പൊടി കരിഞ്ഞ് പോകാനേ പാടില്ല. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ഒരു എണ്ണയുടെ ചൂടിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചട്നി ചൂടായിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തയിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്താലും മതിയാകും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി സംഭവം റെഡി ആയിട്ടോ. അപ്പോൾ ഇഡ്ലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നി തന്നെയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ തേങ്ങ ചട്നി ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യസ്തമുള്ള ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ തേങ്ങ ഇല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് കടലയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, അത്രയേ ഉള്ളൂ. തേങ്ങ ചട്നിയുടെ അതേ ടേസ്റ്റ് അല്ല, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ 2 വെറൈറ്റി ചട്നിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ദിവസങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഇഡ്ലിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണൊക്കെ ഒന്ന്
പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്